ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്, ബുഡാപെസ്റ്റിലെ ഫസ്റ്റ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. ഇനി മെല്ലെ ഡ്രസ്സ് ചെയ്ത് നമ്മൾ പുറത്തു പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. ഇന്നൊരു മഴ ദിവസമാണ്. ഞങ്ങൾ വരുമ്പോൾ വെതർ ഫോർകാസ്റ്റൊക്കെ നോക്കി വെച്ചിട്ട് അതിനനുസരിച്ച് ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഡേ എന്തായാലും ഒരു റെയിനി ഡേ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും മ്യൂസിയംസും ഇൻഡോർ ആയിട്ടുള്ള സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ഇവിടെ ഫേമസ് മ്യൂസിയംസും മ്യൂസിക് ലൈബ്രറി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ. പിന്നെ കഫേസ്, ബാർസ്. അപ്പോൾ ഇന്നത്തെ ഐറ്റിനറി അതാണ്. അപ്പോൾ വഴിയെ പറയാം എക്സാക്ട് പ്ലേസസ് എന്തൊക്കെയാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇനി ലേറ്റ് ആക്കുന്നില്ല, വേഗം റെഡി ആവട്ടെ. ഓക്കെ. സോ ഞങ്ങൾ റെഡിയായി. സമയം 8:30 ജസ്റ്റ് ആയി. 8:30 9:30. ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ട്. സോ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഇന്നൊരു മഴ ദിവസമാണ്. ഇറ്റ്സ് റെയിനി ഡേ. സോ വി ഹാവ് ടു ഡ്രസ് അക്കോർഡിംഗ്ലി. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ട ഡ്രസ്സ് ഇപ്പം ഞാൻ മാറിയിട്ട് എൻ്റെ അനിയത്തി ലൈക്ക് മൈ സിസ്റ്റർ ഞങ്ങൾ രണ്ടുപേരും സ്വാപ്പ് ചെയ്തു. സോ യാ, ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. കാരണം കഴിഞ്ഞ വ്ളോഗിൽ രാത്രി കാണിച്ചുകൊണ്ട് ഒരു ഭയാനകമായി തോന്നിയെങ്കിലും രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ലൊരു സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കാരണം തലേ ദിവസം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കഴിച്ചതായതുകൊണ്ട് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ മെക്ഡി ഉണ്ടായിരുന്നു. മെക്ഡി പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ബർഗറും കോഫിയൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പം ബർഗറൊക്കെ ഞാൻ കഴിച്ചപ്പം ആക്ച്വലി ഞാൻ ജർമ്മനിയിൽ കഴിച്ചേക്കാളും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി ഇവിടുത്തെ ബുഡാപെസ്റ്റിലെ മെക്ഡിയിലെ ബർഗർ. നല്ല സോഫ്റ്റ് ബൺ ആൻഡ് പാറ്റിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി. എനിക്ക് വിശത്തുകൊണ്ടാണ്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ തോന്നിയത്. സോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ മഴ നിൽക്കാനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ കോട്ടും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് ദ ഹൗസ് ഓഫ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ദ ഹൗസ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ്. സോ ഇതൊരു നേച്ചറിൻ്റെ ഇടയിൽ ബിൽഡ് ചെയ്തൊരു സംഭവം പോലെ തോന്നി. എനിക്ക് കണ്ടപ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഇഷ്ടപ്പെട്ടു. കോലം കണ്ടില്ല ഗൈസ്, മഴയാണ്, ഫുൾ നനഞ്ഞിരിക്കുക. ആൻഡ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ദ സ്പോട്ട് ഇസ് ദ ഹൗസ് ഓഫ് മ്യൂസിക്. ഇറ്റ്സ് എ ലൈബ്രറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എൻട്രൻസ് ഒക്കെയാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിരുന്നു. സോ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി ഈ ഒരു സ്പോട്ടിൽ വന്നത്, കാരണം ഇത് ഇന്ന് ക്ലോസ്ഡാണ്. ദിസ് പ്ലേസ് ഇസ് ക്ലോസ്ഡ്. സോ നാളെ തുറക്കും. ട്യൂസ്ഡേസ് ഓപ്പൺ ആണ്. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. ഞങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഓപ്പൺസ് അറ്റ് 10 എന്ന് കാണിച്ചു. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേനും ഓപ്പൺ ആകും. അപ്പോൾ ഞങ്ങൾ 10 മണിക്ക് എത്തി. ബട്ട് ആക്ച്വലി ട്യൂസ്ഡേസ് ആണ് ഓപ്പൺ ഉള്ളൂ, മൺഡേസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നെക്സ്റ്റ് ഐറ്റിനറിക്ക് പോവുകയാണ്. ഒരു വജ്ദ ഹുന്യാഡ് കാസിൽ. അപ്പോൾ അത് ഇവിടുന്ന് ജസ്റ്റ് 3 minutes വാക്കുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഓപ്പൺ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗൂഗിൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ട് പക്ഷെ മഴയാണെന്നുള്ളത് അതിൻ്റെ ഒരു ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം.
സോ ഞങ്ങൾ ഈ വന്ന കാസലിൻ്റെ അടുത്തൊരു സോവിനിയർ ഷോപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ഈ റെയിൻ കോട്ട്സ് ഉണ്ടോ എന്നാണ് തപ്പിയത്. അപ്പോൾ ഈ ബോൾസ് ആയിട്ട് കാണുന്നത് ആക്ച്വലി റെയിൻ കോട്ടാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ റെയിൻ കോട്ടാണ്. ഞങ്ങൾ ഈ കാസലിലെ ഒരു വൺ ഓഫ് ദ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് ആ ഒരു കാസലിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയത്. പിന്നെ ഫോട്ടോസും എടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഐറ്റിനറി ആയ സെയിൻറ്റ് ബെസിലിക്ക ചർച്ചിലേക്ക് പോണ വഴി ഒരുപാട് സോവിനിയർ ഷോപ്സിൽ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടാട്ടോ പോയത്. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ബ്രെഡാണ് ഇത്. അതൊരു ഹോളോ ബ്രെഡാണ്, എന്ന് വെച്ചാൽ ഉള്ളിലൊന്നുമില്ല. അതിൻ്റെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വരുന്ന ഒരു ബ്രെഡാണ്. അതിന് പല കോട്ടിംഗ് ഉണ്ട്. ഇത് ചോക്കോ ചിപ്സ് പോലത്തെ എന്തോ ഒരു കോട്ടിംഗ് ഉള്ളൊരു ഇതാണ് ഞങ്ങൾ മേടിച്ചത്. ഒരു രസം, നോർമൽ ബ്രെഡ് തന്നെ, പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമായിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. ഒരെണ്ണം മേടിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു. അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ അവസാനം സെയിൻറ്റ് ബെസിലിക്ക ചർച്ചിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ചേർച്ചിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ അടുത്ത് തന്നെ ഒരു വേറെ സൊവിനിയർ ഷോപ്പ് കണ്ടപ്പോൾ കൗതുകം കൊണ്ട് അതിനകത്തും കയറി കേട്ടോ. അതിനകത്ത് കൂടുതലും ഈ ടേബിൾ മാറ്റ്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള മാറ്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരുന്നു കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള മാറ്റ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെയിൻ കോട്ട് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിരുന്നു അല്ലേ. അപ്പോൾ ആ കടയിൽ കയറിയപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അതിൻ്റെ വില കണ്ടിട്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവായിരുന്നു. ഈ സോവിനിയർ ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു സാധനമാണിത്. റെയിൻ കവർ എൻ്റെ മാഗ്നറ്റ്, കാരണം ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു ഐറ്റമാണിത്. സോറിയാ. ഇതാരാ? ആര് കവറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഫൈനലി അത് പൊട്ടിക്കാതെ സൂക്ഷിക്കുള്ളൂ. ഇതാരാ? ഇതാരുവാ? അടുത്ത ആള്. അങ്ങനെ ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണം. അപ്പോൾ ടിക്കറ്റിന് നമ്മൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പൈസ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്തു, നമ്മുടെ സ്റ്റുഡൻ്റ് ഐ ഡി ഒക്കെ കാണിച്ചിട്ട്. സോ അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. എനിക്ക് പണ്ടും ചേർച്ചസ് വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഒരു ചേർച്ച് വിസിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു പാലസിലേക്ക് കയറുന്നൊരു ഫീലാണ്. കാരണം അത് ഭയങ്കര വലുതാണുള്ളത്. ഹോൾസ് ആർ വെരി ഹൈ, സീലിങ്സ് ഒക്കെ ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പാലസിനകത്ത് കയറുന്നൊരു ഫീലിംഗാണ്. അതേമാതിരിയായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വലിയൊരു വളരെ മാഗ്നിഫിഷ്യൻ സ്ഥലത്ത് വന്ന് കയറിയ ഒരു റോയൽ ഫീലിംഗ് ഒക്കെ തോന്നി. കാരണം ചേർച്ചസിന് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാം.
ഭാവി എവിടെ? ഞങ്ങൾ ഈ ചേർച്ചിൽ വന്നിട്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ലിറ്ററലി നോർമലി ഞാൻ ജർമ്മനിയിൽ ഞങ്ങളുടെ അവിടുത്തെയും ചേർച്ചസിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതേമാതിരി ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ചേർച്ച് ബട്ട് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ഫൈനലി എന്താ മഴയൊക്കെ ഒന്ന് നിന്നു. അപ്പോൾ ഞങ്ങളുടെ റെയിൻ കോട്ട്സൊക്കെ ഊരിയിട്ട് ഇവിടെ ചെയിൻ ബ്രിഡ്ജ് എന്നിട്ടൊരു ബ്രിഡ്ജുണ്ട്. സോ ഞങ്ങളിപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കുക. ആക്ച്വലി ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് ഇന്നത്തെ വെതർ കുറച്ച് ഗ്ലൂമി ആയതുകൊണ്ടാണ് ആ ഒരു ബ്യൂട്ടി കറക്റ്റായിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റാത്ത. ബട്ട് ഈവനിങ്ങിൽ വന്നാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് എനിവേസ് ഐ വിൽ ഷോ യു ദ വ്യൂ. സോ ദിസ് ഇസ് ദ ഫേമസ് റിവർ ഇൻ ബുഡാപെസ്റ്റ്. ബുഡാപെസ്റ്റിനെ രണ്ടായി ഭാഗിക്കുന്ന ഒരു റിവറാണ്. സോ ഈ റിവറിൻ്റെ പേര് ഡാന്യൂബ് റിവർ. ഈ ബൂഡ ആൻഡ് പെസ്റ്റ്, ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ബുഡാപെസ്റ്റ് ഇസ് ബിക്കോസ് ഈ റിവറിൻ്റെ അപ്പുറം ബൂഡ ഇപ്പുറം പെസ്റ്റ്. സോ ഈ സിറ്റീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ ഘടകമാണ് ഈ റിവർ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ സിറ്റി. സോ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വെതറിനെ നമുക്കൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ഫാക്ടറാണ്. നമ്മളിപ്പോൾ എവിടെ കറങ്ങാൻ പോകുമ്പോഴും നമ്മൾ ഒബ്വിയസ്ലി ആ ട്രിപ്പ് പ്രീ പ്ലാൻ ചെയ്യും, മേ ബി ബിഫോർ 2 months. സോ വെതർ എന്താണെങ്കിലും നമ്മൾ ആ വെതറിൽ ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പഠിക്കണം. അതാണ് ഇപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഈ ഒരു സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഓൺ എ സണ്ണി ഡേ, ബട്ട് ഗ്ലൂമി ഡേക്കും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. സോ രണ്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. സിറ്റി മാർക്കറ്റ് ഹാൾ എല്ലാവരും ഞങ്ങളിപ്പോൾ ആക്ച്വലി വന്നിട്ടുള്ളത് സിറ്റി മാർക്കറ്റിലാണ്, സിറ്റി മാർക്കറ്റ് ഹാൾ. ഇവിടുത്തെ ഫുഡ് എക്സിബിഷൻ അല്ല, ഇവിടുത്തെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റോൾസാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇളകി ലിറ്ററലി. സോ ടെംപ്റ്റിംഗ്. അങ്ങനെ സിറ്റി മാർക്കറ്റ് ഹാളിൽ ഞങ്ങൾ കുറച്ച് കറങ്ങി ഫുഡൊക്കെ കണ്ട് ഭയങ്കര ടെംപ്റ്റിംഗ് ആയി തോന്നി. മേടിക്കാനൊക്കെ ഞങ്ങൾക്ക് ടെംപ്റ്റഡ് ആയെങ്കിലും ഞങ്ങൾ ആലോചിച്ചു, ഓക്കെ അവിടുത്തെ ആ ഒരു ആംബിയൻസിൽ അവിടെ നമുക്ക് ഇരുന്ന് മര്യാദയ്ക്ക് കഴിക്കാനുള്ള സ്പേസ് പോലും ഇല്ല. അപ്പോൾ നമുക്ക് പുറത്തുനിന്നാണെങ്കിലും സെയിം വിലയ്ക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ബുഡാപെസ്റ്റിലൊരു ഫേമസ് സംഭവമാണ് ഗുലാഷ് ആൻഡ് ലങ്കോഷ്. ഗുലാഷ് ഇസ് ബേസിക്കലി ചോപ്ഡ് മീറ്റ്, അതായത് ബീഫ്. പിന്നെ ലങ്കോഷ് ഇസ് ഫ്രൈഡ്. നമ്മുടെ ഇന്ത്യൻ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ബട്ടൂര അറിയാമല്ലോ, ഫ്രൈഡ് ഡോ ആണ്. അപ്പോൾ അത് ഒരു സിമിലർ ടേസ്റ്റ് ടു ബട്ടൂര. അപ്പം എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായി, നമ്മുടെ ഒരു ഫെമിലിയർ ടേസ്റ്റ് ഉള്ളത് പോലെ, പക്ഷെ കുറച്ചുകൂടി സട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു മെയിൻ സംഭവമാണല്ലോ, അപ്പോൾ അത് ഞങ്ങൾ ഓർഡർ ചെയ്തു. ആ ഒരു സൂപ്പ് ഓർഡർ ചെയ്തു. മറ്റേ ഫ്ലിങ് ഫാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ പേരെന്തായിരുന്നു? മെയിൻ ഡിഷ് ചിക്കൻ പപ്രിക്ക വിത്ത് ലങ്കോസ് അല്ല.
അടിപൊളി ഫുഡും കഴിച്ച് ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു ഫുഡ് സ്പാ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനും ഭാവിയും കയറി. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എൻ്റെ കാല് നല്ല രീതിയിൽ മഴ ആയതുകൊണ്ട് എൻ്റെ ഷൂ എല്ലാം നനഞ്ഞ് കുതിർന്ന്, പിന്നെ എൻ്റെ കാലിൻ്റെ നെയിൽസിന് കുറച്ച് പ്രശ്നമുണ്ട്, ടോ നെയിലിനൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടി ഞാൻ പിന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അപ്പം ഞാൻ ഇതുവരെ ഫുഡ് സ്പാ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെയ്യാം ഈ ഒരു വട്ടം, മൈ ഫസ്റ്റ് ടൈം. ക്ലീനിങ്ങും ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കാല് ലീസ്റ്റ് കെയർ ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ വിചാരിച്ചു അതിനെ ഇന്ന് നന്നായി ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പെഡിക്യൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. സിറ്റാഡൽ എന്നാണ് ആ ഒരു സ്പോട്ടിൻ്റെ പേര്. ഇറ്റ്സ് ലൈക്ക് വ്യൂ പോയിന്റ് വേണമെന്ന് പറയാം. ഞാൻ പറയുന്നതൊക്കെ ടങ് ട്വിസ്റ്റായി പോകുന്നുണ്ട്, കാരണം നല്ല കിതച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ഞങ്ങൾ മുകളോട്ട് കയറി സ്റ്റെപ്പ് കയറി പോവുകയാണ്. അതാ അപ്പോൾ അവിടെ നിന്നുള്ള ഫുൾ ഒരു ബുഡാപെസ്റ്റിൻ്റെ ഒരു വ്യൂ കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വ്യൂ എത്തുമ്പോൾ ഇപ്പം തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്. മൂണൊക്കെ എന്തൊരു വലിപ്പത്തിലാണ് കാണുന്നത്. നമ്മൾ നോർമലി നമ്മുടെ ഭൂമിയിൽ നിന്ന് ആകാശത്തോട്ട് നോക്കുന്നൊരു മൂണിൻ്റെ സൈസല്ലോ, വലിയ മൂൺ. ആൻഡ് സോ ബ്യൂട്ടിഫുൾ. പേടിപ്പിച്ച് എൻ്റെ പ്രീവിയസ് വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഹൈക്കിങ്ങൊക്കെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എനിക്കിഷ്ടമാണ്. ആ ലാസ്റ്റ് നമ്മൾ ആ എൻഡിൽ നമ്മളൊരു വ്യൂ പോയിന്റ് കാണില്ലേ, അത് എനിക്ക് ഭയങ്കര ഇറ്റ് മേക്സ് മീ ഫീൽ ദാറ്റ് ഓൾ ഹാർഡ് വർക്കൊക്കെ ചെയ്തത് ഇറ്റ് വാസ് വർത്ത് ദ സൈറ്റ് ദാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഒരുപാട് സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഹൈ പോയിന്റിൽ വന്ന് നിൽക്കുന്നത്. ബുഡാപെസ്റ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ കാണാൻ. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഐ എം ഗോണ ഷോ യു. ആൻഡ് ഐ ഡോണ്ട് നോ എത്രത്തോളം എൻ്റെ ഈ ഫോൺ ക്യാമറ ഈ വ്യൂവിനെ ജസ്റ്റിഫൈ ചെയ്യുമെന്ന്. ഓൾസോ ദ സീൻ വുഡ് ലുക്ക് മോർ ബ്യൂട്ടിഫുൾ ഇഫ് ഇറ്റ് വാസ് എ ലിറ്റിൽ മോർ ഒരു സൺസെറ്റി സ്കൈ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയേനെ. ബട്ട് എനിവേസ് ഐ വിൽ ഷോ യു ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ടു ഡാർക്ക്. യാ. അങ്ങനെ വ്യൂ ആസ്വദിച്ച് ഇരുട്ടായത് അറിഞ്ഞില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ അവിടെ വ്യൂ കാണാൻ ഇൻസിസ്റ്റ് ചെയ്ത് ഇത്രയും സമയം ലേറ്റ് ആക്കിയത് തന്നെ. ബട്ട് എനിവേസ് ഇരുട്ടായപ്പോഴത്തേനും സിറ്റി ലൈറ്റ്സ് ഒക്കെ കൂടി വന്നപ്പോഴത്തേനും അത് കുറച്ചും കൂടി ഭംഗിയായി. അത് എന്താ പറയുക, നേരിട്ട് കാണണം. അങ്ങനെ സിറ്റാഡലിലെ വ്യൂ പോയിൻ്റോടെ ഞങ്ങളുടെ ഡേ 1 ബുഡാപെസ്റ്റ് ഐറ്റിനറി
തീർന്നിരിക്കുകയാണ്. സോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി ആൻഡ് നന്നായി റെസ്റ്റ് എടുത്തു ഫോർ ദ നെക്സ്റ്റ് ഡേ. അങ്ങനെ ഇന്നത്തെ ഐറ്റിനറി നമ്മൾ തീർത്തു. ഞങ്ങൾ ശരിക്കും വലിയ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി പ്ലാനൊന്നും ആയിരുന്നില്ല. ബട്ട് എനിവേസ് ഇന്ന് ഞങ്ങൾ അത്യാവശ്യം മഴയാണെങ്കിലും അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. സോ നാളത്തെ ഐറ്റിനറിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാനെന്ത് നല്ല ടയർഡ് കയറി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. സോ നാളത്തെ വിശേഷങ്ങൾ നാളെ.